പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ദൈവത്തിനു Kristuwe
അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാവനൻ കർത്താവേ, കാരുണ്യം തോന്നണേ ഞങ്ങളിൽ. ലോകത്തിൻ പാവനൻ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ. പിതാവിന്റെ പാർശ്വത്തിൽ നിർവലം ഭാഗത്തിരുന്നീടും ഞങ്ങളുടെ രക്ഷകനേശുവേ, കാരുണ്യം തോന്നണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നവീകരണത്തിലൂടെ മാനസികത്വം പ്രാപിച്ചു അങ്ങനെ പുനരുദ്ധരിക്കപ്പെട്ടതോടെ ദത്തെടുപ്പിന്റെ മഹത്വം ഇപ്പോൾ ആസ്വദിക്കുന്നു. ഉറച്ച പ്രത്യാശയോടെ ഉദ്ധാനത്തിൽ ആഹ്ലാദിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യും. അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ട് അപ്പോസ്തലന്മാരോട് പറഞ്ഞു, ക്രിസ്തുവിന്റെ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നുവല്ലോ. എന്നിട്ടും നിങ്ങൾ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറച്ചിരിക്കുന്നു. ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കുവാൻ നിങ്ങൾ ഉദ്യമിക്കുകയും ചെയ്യുന്നു. പത്രോസും അപ്പോസ്തലന്മാരും പ്രതിവചിച്ചു, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊണ്ട യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് അനുതാപവും പാവമോചനവും നൽകുവാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തി. ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. അവർ അപ്പോസ്തലന്മാരെ അകത്ത് വിളിച്ച് പ്രകരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കുവാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. കർത്താവിൻ്റെ വചനം. കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവേ, ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, അവിടുന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം ആഘോഷിക്കുവാൻ ഇടയാക്കിയില്ല. കർത്താവെ, അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി
മരണഗർത്തത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു. കർത്താവേ, ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവിന്റെ വിശുദ്ധരെ, അവിടുത്തെ പാടി പുകഴ്ത്തുവിൻ. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ, അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. കർത്താവേ, ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. അവിടുന്ന് എന്നെ രക്ഷിച്ചു. കർത്താവേ, എന്റെ യാചന കേട്ട് എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, അവിടുന്ന് എന്നെ സഹായിക്കണമേ. അവിടുന്ന് എന്റെ വിലാപത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റി. ദൈവമായ കർത്താവേ, ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും. കർത്താവേ, ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. അവിടുന്ന് എന്നെ രക്ഷിച്ചു. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് യോഹന്നാനായ ഞാൻ സിംഹാസനത്തിന്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റും അനേകം ദൂതന്മാരെ കണ്ടു. അവരുടെ സ്വരവും ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000-ങ്ങളുടെ 10,000-ങ്ങളും 1000-ങ്ങളുടെ 1000-ങ്ങളുമായിരുന്നു. ഉച്ചസ്വരത്തിൽ ഇവർ ഉദ്ഘോഷിച്ചു: കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും മഹത്വവും സ്തുതിയും സ്വീകരിക്കാൻ യോഗ്യനാണ്. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്കടിയിലും സമുദ്രത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു: സിംഹാസനസ്ഥനും കുഞ്ഞാടിനും എന്നേക്കും സ്തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും. 4 ജീവികളും ആമേൻ എന്ന് പ്രതിവചിച്ചു. ശ്രേഷ്ഠന്മാർ സാഷ്ടാംഗം വീണ് ആരാധിച്ചു. കർത്താവിന്റെ വചനം. സകലത്തെയും സൃഷ്ടിച്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് തന്റെ കൃപ എല്ലാവർക്കും പ്രദാനം ചെയ്തു. കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. അക്കാലത്ത് യേശു തിബേരിയസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: ശിമയോൻ പത്രോസ്, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലെ കാനായിൽ നിന്നുള്ള നഥാനിയേൽ, സെബെദെയുടെ പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് പറഞ്ഞു: ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു: ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്കൊന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു കടൽ തീരത്ത് വന്നു നിന്നു. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു: കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ല എന്നവർ ഉത്തരം പറഞ്ഞു. അവൻ പറഞ്ഞു: വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവർ വലയിട്ടു. അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യങ്ങളുടെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിയില്ല. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു: ഇത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമോൻ പത്രോസ് താൻ നഗ്നനായിരുന്നുകൊണ്ട് പുറക്കുപ്പാനെടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ മലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ നിന്നു. അവർ കരയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിലധികം അകലെയല്ലായിരുന്നു.
കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരും. ഉടനെ ശിമോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യങ്ങളുണ്ടായിരുന്നു. ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ശിഷ്യന്മാരെല്ലാവരും അവനോട് നീ ആരാണെന്ന് ചോദിക്കാൻ മുതിർന്നില്ല. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. കർത്താവിന്റെ സുവിശേഷം. ഉദ്ധിതനായ ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹബഹുമാനപ്പെട്ട ആൽബിയച്ച, കെൽവിനച്ച, ഇന്നത്തെ തിരുനാളെ കുറിച്ച് നടക്കുന്ന പ്രസിഡന്റ് ജൂഡി സ്റ്റീഫൻ കല്ലറക്കൽ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈ ദേശത്തിൻ്റെ നല്ലവരായ നാട്ടുകാരെ, മനസ്സുകൊണ്ട് ഏറ്റെടുക്കാത്ത ഒരു കുരിശും നമുക്ക് ജീവിതം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അച്ഛനൊരു കൂടി പറയുക, മനസ്സുകൊണ്ട് ഏറ്റെടുക്കാത്ത ഒരു കുരിശും നമുക്ക് ജീവിതം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. നമ്മുടെയൊക്കെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ് സഹദാൻ. നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഒരുപാട് കൃപകൾ തന്നതിൻ്റെയും ഒരുപാട് അനുഗ്രഹങ്ങൾ നിറഞ്ഞതിൻ്റെയും ധന്യമുഹൂർത്തങ്ങളുണ്ട്. ഈ കൊച്ചു കപ്പേളയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്, ഇവിടെ വന്ന് മെഴുകുതിരി കത്തിച്ചതിൻ്റെ ഫലമായിട്ട്, ഇവിടെ വന്ന് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളൊക്കെ കൃപകൾ കൊണ്ട് നിറഞ്ഞതിൻ്റെ ധന്യമായ ഓർമ്മകളുണ്ട് നമുക്ക്. ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധനാണ് വിശുദ്ധ ഗീവർഗീസ്. സഭയുടെ പഠനങ്ങളിലും പ്രബോധനങ്ങളിലും നിലനിന്ന് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ എത്രയും വേഗത്തിൽ സഹായമരുളുന്ന ഒരു വിശുദ്ധനായിട്ടാണ് വിശുദ്ധ ഗീവർഗീസ് സഹദായെ പ്രത്യേകമായിട്ട് കണക്കാക്കപ്പെടുക. എന്ത് ചോദിച്ചാലും വളരെ വേഗത്തിൽ നമുക്ക് സഹായമരുളുന്ന ഒരു വിശുദ്ധൻ. എന്തുകൊണ്ടാണ് അദ്ദേഹം വളരെ വേഗത്തിൽ സഹായമരുളുന്നതിന് സഭാ പഠനങ്ങൾ തന്നെ നമ്മളോട് പറയുന്നുണ്ട്, ചരിത്രം നമ്മളോട് പറയുന്നുണ്ട്. അദ്ദേഹം കടന്നുപോയ മുറിവുകളും അദ്ദേഹം കടന്നുപോയ സഹനങ്ങളുമായി. ആ സഹനത്തിൽ നിന്നാണ് ആ മുറിവുകളെ ദൈവത്തെ ഏൽപ്പിച്ച് ദൈവത്തോട് ചേർത്ത് വെച്ച് അവൻ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോൾ നമ്മുടെ ചോദ്യങ്ങൾക്ക്, നമ്മുടെ ഒരുപാട് നിയോഗങ്ങൾക്ക് ആ വിശുദ്ധൻ ഒരുപാട് സഹായങ്ങൾ നൽകും. നമുക്ക് പലപ്പോഴും വിഷമമുള്ളൊരു കാര്യമാണ് എങ്ങനെയാണ് ഈ സഹനങ്ങളെ മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും സ്തംഭിച്ചു നിൽക്കുന്നത് ഇവിടെയാണ്. ഒരുപാട് ചോദ്യങ്ങളോടെ വല്ലാതെ ദൈവത്തോട് പോലും പരാതി പറയുന്നത് ഇങ്ങനെയാണ്, വൈ ഐ ആം സഫറിങ്. എന്തുകൊണ്ടില്ല? എന്തുകൊണ്ട് എൻ്റെ കുടുംബം, എന്തുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ മാത്രം വേദനകൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, അസ്വസ്ഥതകൾ, എന്തുകൊണ്ട് ഞാൻ മാത്രം സഹിക്കുന്നു? ദൈവത്തോട് ഇത്രമാത്രം ചേർന്ന് നിന്നിട്ട്, ദൈവത്തോട് ഇത്രമാത്രം ഒട്ടി നിന്നിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിലും സഹനങ്ങൾ ഏറി വരുന്നത്, വേദനകൾ കൊണ്ട് നിറയുന്നത്, പലപ്പോഴും പലവിധ പ്രശ്നങ്ങളാൽ ജീവിതം തന്നെ ആടി ഒലയുന്നത്, നിരാശയിൽ ആണ്ടുപോകുന്നത്? അപ്പോൾ പ്രാർത്ഥന കുറയും, വിശ്വാസം ക്ഷയിക്കും, പള്ളി പോകുന്നത് കുറഞ്ഞു വരും. കാരണം എനിക്ക് ഉത്തരമില്ലല്ലോ, ഞാൻ ചോദിക്കുന്നതിന് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. വേദനകൾ കൂടിക്കൂടി വരുന്നുണ്ട്. പ്രശ്നങ്ങളുടെ ആധിക്യം കാരണം പലപ്പോഴും ഞാൻ തല കുമ്പിട്ട് പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ചിലതിനൊന്നും ഉത്തരം കിട്ടുന്നില്ല. ഉത്തരം കിട്ടാത്തത് കൊണ്ട് ആദ്യത്തെ പരാതി, ആദ്യത്തെ ദേഷ്യം നമുക്ക് തോന്നുന്നു ദൈവത്തോട് തന്നെയാണ്. പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അങ്ങനെയാണ് നമുക്ക്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മൂഡിനനുസരിച്ചാണ് നമുക്ക് ദൈവം, അല്ലേ? നമ്മൾ നല്ല ഹാപ്പി ആണെങ്കിൽ നമുക്ക് ദൈവം ഭയങ്കര കരുണാമയനാണ്, സ്നേഹസമ്പന്നനാണ്, എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ്. കാരണം ഞാൻ ഓക്കെയാണ്, വളരെ കംഫർട്ടബിൾ ആണ്, സാധാ എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ മൂഡിനനുസരിച്ച്. പക്ഷെ മറിച്ച്
നിങ്ങൾ വളരെ ദേഷ്യത്തിലാണെങ്കിലും വലിയ സങ്കടത്തിലാണെങ്കിലും നിങ്ങൾ ദൈവത്തെ അതുപോലെയാണ് കാണുക. നമ്മുടെ മൂഡനുസരിച്ച് ദൈവത്തെയാണ് നമ്മൾ ചേർത്ത് പിടിക്കുക. പള്ളിയിൽ വരുമ്പോൾ ദേഷ്യമുണ്ട്, ഈശോട് പോലും ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ സങ്കടമാണ്. നമ്മൾ രാത്രി ഇന്നലെ ഭയങ്കര പ്രശ്നമായിരുന്നു വീട്ടിൽ, അല്ലെങ്കിൽ ഇന്നലെ വലിയൊരു പ്രശ്നത്തിലൂടെ കടന്നുപോയി. അപ്പോൾ അതനുസരിച്ച് കർത്താവിനെ പ്രതിഷ്ഠിക്കാനാണ് നമുക്കിഷ്ടം, നമ്മുടെ മൂഡനുസരിച്ച്. പക്ഷെ ദൈവത്തിന് ഒരൊറ്റ മൂടേ ഉള്ളൂ കേട്ടോ, അത് കരുണയാണ്. കുറച്ചും കൂടി ആഴത്തിൽ പറഞ്ഞാൽ സ്നേഹമാണ്. കർത്താവിന് മൂടുകളില്ല, ഓരോ സമയത്ത് ഓരോ മൂടൊന്നുമില്ല. അവനെല്ലാവരോടും എങ്ങനെയൊക്കെ സഹവർത്തിച്ചവരോടും ഒരേ മൂടിൽ അല്ലെങ്കിൽ ഒരേ രീതിയിലാണ് പെരുമാറുന്നത്. അവന് വ്യത്യാസമില്ല. നമ്മൾ എങ്ങനെയൊക്കെ അവനോട് ഇടപെട്ടാലും കർത്താവ് കരുണയോടെ നമ്മളെ നോക്കുക. അപ്പോൾ ചോദ്യത്തിലേക്ക് തന്നെ മടങ്ങി വരാം, സഹനം എന്തുകൊണ്ടാണ്? ഗിവർസദായൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ, രക്തസാക്ഷിത്വത്തിന്റെ മകുടം ചാർത്തിയ ഒരു വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇതിനെ എസ്കേപ്പ് ചെയ്യാനല്ല നോക്കേണ്ടത്. ഇതെന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മൾ ഇതിനെ സ്നേഹം കൊണ്ട് ആലിംഗനം ചെയ്യും. ഇതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സഹനത്തെ നമ്മൾ വല്ലാതെ സ്നേഹിക്കും. അതാണ് നമ്മുടെ. അപ്പോൾ ഗിവർസദായയുടെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് ദൈവം നൽകുന്ന സഹനങ്ങളിൽ കരയരുത്. ദൈവം വെച്ചു നീട്ടുന്ന വേദനകളിൽ നിന്ന് ഒളിച്ചോടരുത്. ദൈവം നിനക്ക് ഏൽപ്പിച്ചു തരുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് ദൈവത്തോട് പരാതി പറഞ്ഞ് അത് ഏറ്റെടുക്കാൻ കഴിയാതെ മാറി നിൽക്കരുത്. ദൈവം തരുന്ന സഹനങ്ങളാണ്, ദൈവം നൽകുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങളാണ്, ദൈവം നൽകുന്ന വേദനകളാണ്. വിശുദ്ധൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയത്. ക്രൂരമായി ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിന് സൈന്യാധിപനായിരുന്നു. പക്ഷേ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിന്റെ പേരിൽ പീഡനം ഏൽക്കുന്നവർക്ക് വേണ്ടി സധൈര്യം നിലകൊണ്ട ഒരു സൈന്യാധിപൻ. അതിൻ്റെ പേരിൽ ക്രൂരമായ വേദനകൾ, ക്രൂരമായ സഹനമുറകൾ പല വിധത്തിലും ആ വിശുദ്ധന്റെ ഗിവർഗീസദ്ദായുടെ വിശുദ്ധന്റെ ജീവിതത്തിലുണ്ടായി. അത് ദൈവം തന്നതാണ്. ചിലപ്പോഴൊക്കെ അമ്മമാരൊക്കെ നമ്മൾ കാണാറില്ലേ, ഭാരമുള്ള കുഞ്ഞുങ്ങളെ തോമത്ത് വെച്ച് പോകുമ്പോൾ ഇത്രയും ഭാരമുള്ള, ഇത്രയും വലുതായി ഈ അമ്മ എന്തിനാ ഇത്രയും ഭാരമുള്ള ഈ കുഞ്ഞിനെ തോളത്ത് വെക്കുന്നത്? വലിയ ഭാരമല്ലേ? അമ്മമാര് പറയും, ഇല്ല, ഇതെൻ്റേതാണ്. ഇതെൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ അതിന് ഭാരമുണ്ടാവില്ല. ഇതെൻ്റേതാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ അതിന് വിഷമം ഉണ്ടാവില്ല. ഈ കുഞ്ഞ് എൻ്റേതാണത്. അതെത്ര വലിപ്പമുണ്ടെങ്കിലും എത്ര ഭാരമുണ്ടെങ്കിലും ഇതെൻ്റേതാണെന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടായാൽ, എന്നൊരു വിശ്വാസത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ സഹനങ്ങളെയൊക്കെ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നം ഈ സഹനങ്ങളൊക്കെ ഉത്തരം കിട്ടാതെ വഴിതെറ്റി പോകുന്ന ജീവിതം. സുവിശേഷത്തിൽ വളരെ മനോഹരമായിട്ടത് പറഞ്ഞു. ആദ്യ വായന അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം ഒന്നുകൂടി വായിക്കേണ്ടതാണ്, അടിവരയിട്ട് വായിക്കേണ്ടതാണ്. ദൈവത്തിന്റെ പേരിൽ സഹനങ്ങൾ ഏറ്റെടുക്കുന്നതിൽ അവർ സന്തോഷിച്ചു. നിങ്ങൾ വായിക്കണേ അപ്പോസ്തലന്മാരുടെ പുസ്തകം. നമ്മളെ വളരെ മനോഹരമായിട്ട് ഇന്ന് പറഞ്ഞു തരുന്നുണ്ട് 5-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം. കർത്താവിന്റെ പേരിൽ വേദനകൾ ഏറ്റെടുക്കുന്നതിൽ അവർ സന്തോഷിച്ചു. ആദ്യ ക്രിസ്ത്യാനികള്, നമ്മുടെ പൂർവികര്, അവരിതിൽ സന്തോഷം കണ്ടെത്തിയെന്നാണ് സാധിക്കും. നമുക്ക് കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾക്ക് പേരിൽ ആദ്യം ഉപേക്ഷിക്കുന്ന കർത്താവിനെയല്ലേ നമ്മൾ. ആദ്യം ഇറങ്ങിപ്പോകുന്നത് പള്ളിയിൽ നിന്നല്ലേ. ആദ്യം നമ്മൾ ചണ്ട കൂടുന്നത് നമ്മുടെ അനുദിന ആത്മീയ ചര്യകളിൽ നിന്ന്. ദൈവത്തിൻ്റെ ഏറ്റെടുക്കുന്നത്, സന്തോഷം കണ്ടെത്തുന്നത്. ഇതാണ് ചോദ്യം. ഗിവർഗീസദായ ഈ ഒരു തിരുനാൾ ആഘോഷിക്കും നമ്മളോടൊക്കെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: വേദനകളിൽ കർത്താവിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്നുണ്ട്? കർത്താവിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്നുണ്ട്? സങ്കടങ്ങളിൽ മറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ അദൃശ്യമായ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്? പഴയ നിയമത്തില് ദാനിയേൽ പ്രവാചകനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് അല്ലെ. തീച്ചുള്ളയിൽ ഇങ്ങനെ വെഞ്ചെറിയുമ്പോൾ, സിംഹക്കൂട്ടിലെറിയപ്പെടുമ്പോൾ മറ്റുള്ളവർ നോക്കിക്കൊണ്ട്, പടയാളികൾ നോക്കിയിട്ട് പറയുന്നത്, ഇത് ദാനിയേൽ മാത്രമല്ല, അവിടെ ദൈവപുരുഷനെ പോലെ ഒരാൾ. നമ്മൾ 4 പേരെയല്ലേ തുറങ്കിലടച്ച് സിംഹക്കൂട്ടിലിട്ടത്. ഇതൊരു 5ാമതൊരാൾ. നീ വേദനിക്കുമ്പോൾ നിന്റെ ദൈവം എവിടെ എന്നുള്ളതാണ്. ജോബിനോട് ചോദിക്കുന്നത് തന്നെയാണ്, എന്തിനാണ് നീ ഇങ്ങനെ ദൈവത്തിന്റെ പുറകെ നടക്കുന്നത്? എന്തിനാണ് നീ ദിവസവും പള്ളിയിൽ പോണേ? എന്തിനാണ് നീ നൊവേനയിൽ പങ്കെടുക്കുന്നത്? എന്തിനാണ് നീ എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ചെല്ലുന്നത്? നിന്റെ ജീവിതത്തിൽ എന്ത് അനുഗ്രഹം ഉണ്ടായിട്ടാണ്?
ഇതേ ചോദ്യം തന്നെയാണ് ജോബിന്റെ സുഹൃത്തുക്കൾ ജോബിനോട് ചോദിച്ചത്. നിന്റെ സർവ്വതും നഷ്ടപ്പെട്ടില്ലേ? നിന്റെ ജീവിതം മുഴുവൻ ക്ഷയിച്ചു പോയില്ലേ? ശരീരം മുഴുവൻ വ്രണങ്ങൾ വന്ന് രക്തം കിരിയുന്ന രീതിയിലായില്ലേ? ജോബ് പറഞ്ഞ മറുപടിയല്ലേ സുന്ദരൻ? ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിന് സ്തുതി. തൻ്റെ മുന്നിൽ ഈ ലോകം അസ്തമിച്ചു തുടങ്ങുന്ന നിമിഷങ്ങളിൽ പോലും, വല്ലാതെ ഇരുള് വ്യാപിച്ചിരിക്കുന്ന നിമിഷത്തിൽ പോലും ജോബ് പരാതിപ്പെട്ടിട്ടില്ലല്ലോ. ദൈവം തന്നു, ദൈവമെടുത്തു, ദൈവത്തിന് സ്തുതി. നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ഇവർക്കേ പറയാൻ പറ്റുള്ളൂ. നമുക്കെന്താ? ഓരോ വിശുദ്ധന്റെ തിരുനാളും വെറുതെ നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും. ഓരോ വിശുദ്ധന്റെ തിരുനാളും അമ്പെടുക്കാനും പ്രദക്ഷിണം നടത്താനും നേർച്ച സദ്യ നടത്താനും ഉള്ളവർ. ഓരോ വിശുദ്ധന്റെ തിരുനാളും നമ്മുടെ ജീവിതത്തിൽ ശക്തമായ വെല്ലുവിളിയാണ്. അത് ഏത് വിശുദ്ധന്റെ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ കുറേ ആഘോഷങ്ങൾ വേണ്ടെന്നൊന്നുമല്ല അച്ഛൻ പറയുന്നു. അതിനു വേണ്ടിയുള്ളതല്ല, അതിനുവേണ്ടി മാത്രമുള്ളതല്ല. ശക്തമായ വെല്ലുവിളികൾ. അവർക്കും അവനും ആകാമെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കായിട്ടില്ല? നമ്മൾ വേറൊരു എക്സ്ട്രീമിൽ കൊണ്ടുപോയിട്ട് നിർത്തരുത്. അവർക്കും അവൾക്കും അവനും ആകാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ? ഇതാണ് ചിന്തിക്കേണ്ടത്. സഹനങ്ങളെ ദൈവത്തിൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കുക. ദൈവം നൽകുന്ന സഹനങ്ങളിൽ കരയരുതെന്ന് ഓർമ്മിക്കുക. ദൈവം നൽകുന്ന കൃപയാണ്. പൗലോസ് യേശു കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയല്ല. കർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു മുള്ളുണ്ട്. അത് മുള്ള എന്തുമാകാം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള മുള്ളുകളാണ്. അതൊന്ന് എടുത്തു കളയുക. നമ്മുടെ ചോദ്യം ഇത് തന്നെയാണ്. എപ്പോഴും പള്ളിയിൽ വരുമ്പോൾ ചോദ്യം, എനിക്ക് ഇന്നൊരു കാര്യം വേണം, ഇന്നത് ചെയ്തു തരൂ, ഇന്നത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ആവശ്യങ്ങളുടെ ലുത്തീനി തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും. കർത്താവ് എന്താ പറയുന്നത്? നിനക്ക് എൻ്റെ കൃപ മതി, അവിടെ ഇരുന്നോട്ടെ. കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ ഇതിന് നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. രണ്ടാമത് ഈ വിശുദ്ധൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ജീവിതത്തിൻ്റെ മുറിവുകൾ തിരുമുറിവുകളായിട്ട് മാറണം എന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ മുറിവുകൾ തിരുമുറിവുകളായിട്ട് മാറണം. നമ്മൾ ഉത്ഥാനത്തിൻ്റെ മക്കളെന്നാണ് നമ്മളെ വിളിക്കുക, അല്ലെ? നമ്മൾ പെസഹാകാലത്താണ്. പെസഹാകാലം 3-ാമത്തെ ഞായറാഴ്ചത്തെ വചനമാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കുന്നത്. ആദിമ കാലഘട്ടത്തിൽ ക്രൈസ്തവരെ വിളിച്ചുകൊണ്ടിരുന്നത് ഈസ്റ്റർ പീപ്പിൾ എന്നാണ്. ഉത്ഥാനത്തിന്റെ മക്കൾ, ഉയർപ്പിന്റെ മക്കൾ. നമ്മൾ ഉയർപ്പിന്റെ മക്കളാകുന്നുണ്ട്. ഈശോ പല തവണ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ്. ഇന്ന് തിബേരിയസ് കടൽ തീരത്താണ്. ഓരോ തവണ അവൻ ശിഷ്യർക്കും തന്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം പറയുന്ന വാക്ക് എന്താണ്? പീസ് ബി വിത്ത് യു. എന്താണ്? സമാധാനം നിങ്ങളോട് കൂടെ. വല്ലാതെ ക്ഷതമേറ്റൊരു മനുഷ്യനായിരുന്നു ക്രിസ്തു. വല്ലാതെ വേദനകളിലൂടെ കടന്നുപോയൊരു വ്യക്തിയായിരുന്നു ക്രിസ്തു. എത്രമാത്രം ക്ഷതപ്പാടുകളാണ്! എത്ര പേരാണ് ആ കുരിശിന്റെ വഴികളിലൂടെ അവനെ പരിഹസിച്ചത്? എത്ര പേരാണ് അവനെ രൂക്ഷമായ ഭാഷയിൽ അവനെ വിമർശിച്ചത്? എത്രമാത്രം വേദനകളിലൂടെ അവൻ കടന്നുപോയത്? കുരിശോളം. എന്നിട്ട് 3-ാം പക്കം അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഇവൻ ഈ മുറിവുകളിലേക്ക് മടങ്ങി പോകുന്നുണ്ട്. ഈ വേദനകളിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് ഞാൻ പകരം ചോദിക്കാന്ന് പറയുന്നുണ്ട്. എന്നെ അടിച്ചവരെ എനിക്ക് ഓർമ്മയുണ്ട്, എന്നെ പരിഹസിച്ചവരെ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ മുഖത്ത് തുപ്പിയവരെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ തിരിച്ചു വന്നാൽ ഞാൻ ഇവർക്കെതിരെയൊക്കെ പകരം ചോദിക്കും. ഇല്ല, അവൻ കൊടുക്കുന്നത് സമാധാനമുണ്ട്. പീസ് ബി വിത്ത് യു. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നല്ലേ അവൻ പറയുന്നത്. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയും? നമ്മൾ മുറിവുകളിൽ നിന്ന് മുറിവുകളിലേക്ക് യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ്. വേദനകളിൽ നിന്ന് വേദനകളിലേക്ക് യാത്ര ചെയ്യുന്നത്. അവൻ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പറഞ്ഞത്. തോമസിനോടൊക്കെ പറയുന്നത്, നിങ്ങൾ അടുത്ത് വരിക, എൻ്റെ ക്ഷതങ്ങളിൽ സ്പർശിക്കും, നിങ്ങൾ കാണുവിൻ എൻ്റെ മുറിവുകൾ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും മുറിവേറ്റവരാണ്, ഒരു വിധത്തിൽ അല്ലെങ്കിൽ പല വിധത്തിൽ. കുട്ടിക്കാലത്ത്, ബാല്യത്തില്, കൗമാരത്തില്, കുടുംബജീവിതങ്ങളിൽ വി ഓൾ ആർ ബ്രോക്കൺ. പല വിധത്തിൽ. ഇപ്പോഴും ഇരുള് നിറഞ്ഞ ഒരു മേഖലയുണ്ട് നമ്മുടെ മനസ്സിൽ. ഇതുവരെയും തുറന്നിട്ടില്ല നമ്മൾ. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആലോചിക്കുമ്പോൾ നെഞ്ചു പിടയുന്നുണ്ട്. ഒരു കുമ്പസാരക്കൂട്ടിപ്പോലും ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മുടെ വേദന.
നമ്മുടെ ആ മുറിവ് എന്താണ് പറഞ്ഞിട്ടില്ല. നമ്മൾ മുറിവുകളിൽ നിന്ന് മുറിവുകളിലേക്ക് യാത്ര ചെയ്യുന്നു. ആ മുറിവുകളെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നുണ്ടാവും. വിശുദ്ധര് ആ മുറിവുകളെ സൗഖ്യത്തിലേക്ക് നയിച്ചവരാണ്. നമ്മൾ നിങ്ങൾ ചില ആൾക്കാർ കണ്ടിട്ടില്ല, വീടുകളിലും നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, വല്ലാതെ കലഹിക്കുന്ന ചില മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ഒച്ചപ്പാട്, എന്ത് ചോദിച്ചാലും ഭയങ്കര ദേഷ്യം. വീട്ടിൽ എന്നും ഒരു കാര്യം ഇദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റില്ല, ഈ ആളോട് ചോദിക്കാൻ പറ്റില്ല, ഭയങ്കര ദേഷ്യം. എന്ത് പറഞ്ഞാലും ഇവര് സത്യത്തില് അവർക്ക് നിങ്ങളോടല്ല ദേഷ്യം, അവർക്ക് അവരോട് തന്നെയാണ് ദേഷ്യം. അവരൊന്ന് മാറ്റി നിർത്തി ഒന്ന് സംസാരിച്ച് നോക്കി. ഈ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ നിന്ന് കരയും അവര്. അത്രയുള്ളവര് അവരോട് തന്നെ അവർക്ക് ദേഷ്യം, സങ്കടം, നമ്മളോടല്ല. അത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അത് മറ്റൊരാളിലേക്ക് അവർ പ്രൊജക്റ്റ് ചെയ്യുന്നത്. പറ്റുന്നില്ല, ഉള്ളിലെ ചെറിയ വിഹുലതകള്, ഉള്ളിലെ ചില അസ്വസ്ഥതകള് അംഗീകരിക്കാൻ പറ്റുന്നില്ല, അതിനെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല, അതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല, അതെങ്ങനെ ഓവർകം ചെയ്യുന്നു മനസ്സിലാവുന്നില്ല. ആ ഒരു വിങ്ങലാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ, നമ്മളോട് ഇടപെടുമ്പോൾ അവർ നമ്മളോട് ദേഷ്യപ്പെടുക. സത്യത്തിൽ അവർക്ക് ദേഷ്യം നമ്മളോടല്ല ചെയ്യും, ഉള്ളിലെ മുറിവുകൾ. ആ മുറിവുകളിൽ നിന്ന് മുറിവുകളിലേക്കാണ് യാത്ര. രക്തം കിനിയുന്നുണ്ട് അവിടെ, അത് സൗഖ്യമാകുന്നില്ല. ഈശോ നമ്മളോട് പറയുന്ന പോലെ നിന്റെ മുറിവുകൾ നീ തുറക്കുവിൻ. അടയ്ക്കപ്പെട്ട ഇടങ്ങളുണ്ട്, ഈ അടയ്ക്കപ്പെട്ട ഇടങ്ങളിൽ നിന്ന് നിന്റെ മുറിവുകൾ സൗഖ്യത്തിലേക്ക് നയിക്കും. നമ്മളല്ലേ ബ്രോക്കൺനെസ് വീണ്ടും ബ്രോക്കൺനെസ് ആയിക്കൊണ്ടിരിക്കും. വേദനയാണ്, സങ്കടമാണ്, പരിഭവമാണ്. അപ്പോൾ സഹനം എന്നല്ലേ വിശുദ്ധരുടെ തിരുനാളുകൾ, വിശുദ്ധ ഗീവർഗീസായി നമുക്ക് ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന ആ മുറിവുകള്, അവനുണ്ടായ ക്ഷതങ്ങള്, അവന്റെ രക്തസാക്ഷിത്വം, അവന്റെ വേദനകള്, അവന്റെ എല്ലാ വിധത്തിലെ ജീവിതത്തിലെ കഠിനമായ പ്രതിസന്ധികളൊക്കെ അത് സൗഖ്യമായി മാറി. ആ സൗഖ്യമാണ് നമുക്ക് അനുഗ്രഹമായിരിക്കുന്നത്. ഇന്ന് വിശുദ്ധ ഗീവർഗീസയുടെ നാമത്തിൽ മാധ്യസ്ഥയായിരിക്കും നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ വിശുദ്ധൻ കടന്നുപോയ വേദനകള് നമുക്ക് സൗഖ്യമായി മാറുകയാണ്. ആ മുറിവുകളിൽ തന്നെ കുടുങ്ങിയിട്ടുണ്ടെങ്കിലോ ഇന്നിങ്ങനെ ഒരു വിശുദ്ധനെ നമുക്ക് ഉണ്ടാവില്ലല്ലോ. അത് ദൈവത്തിന് വിട്ടുകൊടുത്ത്, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് ആ മുറിവുകളിൽ നിന്ന് സമാധാനവും അനുഗ്രഹവും പൊഴിയുന്ന സൗഖ്യമായിട്ട് നമ്മൾ മാറും. തിരുനാൾ ആഘോഷിക്കുമ്പോൾ ജീവിതങ്ങളിലേക്ക് മടങ്ങേണ്ടത് ഇത് തന്നെയാണ്. എൻ്റെ ആരോരും പറയാത്ത കൊച്ചു കൊച്ചു സങ്കടങ്ങളിൽ, ആരും കേൾക്കാത്ത ഒരുപാട് പരിഭവങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. പുറമേ ഞാൻ വളരെ പരിപരിക്കനായൊരു വ്യക്തിയാണ്, മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ അങ്ങേയറ്റം പൗരുഷം നിറഞ്ഞ ഒരാളൊക്കെയാണ് ഞാൻ. പക്ഷേ എൻ്റെ സ്വകാര്യതയിൽ ഞാൻ എത്രമാത്രം തകർക്കപ്പെട്ട, ഇടറിപ്പോയ, മുറിവേറ്റ ഒരു മനുഷ്യനാണ്. ദൈവം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. തിബേരിയസ് കടൽ തീരത്ത് അങ്ങനെ മുറിവേറ്റ ഒരാളെ ക്രിസ്തു കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്. പത്രോസിനെ പഴയ ജീവിത ശൈലിയിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങിപ്പോയി. ആ പത്രോസ് ഞാൻ മീൻ പിടിക്കാൻ പോവുക. തിബേരിയസ് കടൽ തീരത്ത് വെച്ച് തന്നെയാണ് പത്രോസിനെ ഈശോ വിളിക്കുന്നത്. നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റാം. അതേ കടൽ തീരത്തേക്ക് തിരിച്ചെത്തിക്കുക. ഉദ്ധാനത്തിന് ശേഷം അവന് മനസ്സിലായി ഇനിയിപ്പോൾ വലിയ കാര്യമൊന്നുമില്ല, ഗുരു ഉദ്ധാനം ചെയ്തൊന്നും അവന് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല, മരിച്ചു കഴിഞ്ഞ് ഞാൻ മീൻ പിടിക്കാൻ പോവാം, എൻ്റെ പഴയ ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോവുക. അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ചോദ്യങ്ങളൊന്നാണ്, ഏറ്റവും വിലപിടിപ്പുള്ളൊരു ചോദ്യങ്ങളൊന്നാണ്. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഒരു ദൈവം നമ്മളോട് ചോദിക്കും. ഏറ്റവും സുന്ദരമായ ചോദ്യമുണ്ട്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നു? മറ്റുള്ളവരുടെ സങ്കടങ്ങളും വേദനകളും ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന, മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിനിടയിൽ നമ്മളോടൊന്നും ആരും ചിലപ്പോൾ ചോദിക്കാറില്ല എന്തെങ്കിലും കഴിച്ചായിരുന്നോ. ദൈവം ചോദിക്കുക, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? വരും, പ്രാർത്ഥന കഴിക്കുക, തിരിച്ചു പിടിക്കുക. ആ വ്യക്തിയെ, മുറിവേറ്റൊരു വ്യക്തിയെ ദൈവം വീണ്ടും അവനോട് ചേർത്ത് വെക്കുന്ന നോക്കി. ഇടവിപ്പോയൊരു മനുഷ്യനെ വീണ്ടും സഭയുടെ തലപ്പത്തേക്ക് അവൻ ഉയർത്തുന്നുണ്ടെങ്കിൽ ആ മുറിവുകൾ അവൻ ദൈവത്തിന് കാഴ്ചവെച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ ചിന്ത ഇത് തന്നെയാണ്. നിന്റെ മുറിവുകളിൽ നിന്ന് ഇനിയും രക്തം കിനിയുന്നുണ്ടോ? ഇനിയും തുറക്കപ്പെടാതിരിക്കുന്നുണ്ടോ? പലപ്പോഴും സ്വകാര്യതയിൽ നീ കരഞ്ഞു തീർക്കുന്നില്ലേ? കർത്താവ് നിന്നെ ക്ഷണിക്കുന്നുണ്ട്, അത് സൗഖ്യമായി മാറട്ടെ.
അത് നിനക്ക് മാത്രമല്ല, അത് സൗഖ്യമാകുമ്പോൾ നിന്റെ കൂടെയുള്ളവർക്കും അത് സൗഖ്യമായിട്ട് മാറും. സുവിശേഷം നമുക്ക് നൽകുന്ന അതിൻ്റെ വിശുദ്ധ നമുക്ക് നൽകുന്ന മൂന്നാമത്തെ ചിന്ത ഇപ്രകാരമാണ്: നീ എല്ലാവരേക്കാളും ഉപരിയായി എന്നെ സ്നേഹിക്കുന്നുണ്ടാണ്. സഹനം, സ്നേഹം, രക്ഷ, ഈ 3 വാക്യങ്ങൾ ഒരു ഇക്വേഷനാണ്. സഹനം പ്ലസ് സ്നേഹം പ്ലസ് ഈക്വൽ ടു രക്ഷ. നമുക്ക് സ്നേഹം ഫീൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുരിശുകൾ ഭാരമില്ലാതായിട്ട് തുടങ്ങും. സ്നേഹം ഫീൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുരിശുകളൊന്നും ഭാരമില്ലതായില്ല. നമുക്ക് ഫീൽ ചെയ്യപ്പെടുന്നില്ലെന്നുള്ളതാണ്. സ്നേഹത്തെ നമ്മൾ പലവിധ ഭാഷകൾ കൊണ്ട് വൈവിധ്യങ്ങളോട് നടക്കുന്നുണ്ട്. കുടുംബത്തിലേക്ക് തന്നെ മടങ്ങിപ്പോവാം. എത്ര മനോഹരമായിട്ട് തുടങ്ങിയതാണ് നമ്മുടെ കുടുംബ ജീവിതം. എത്ര സുന്ദരമായി ആരംഭിച്ചതാണ് നമ്മുടെയൊക്കെ ജീവിതം. അൽത്താരയിൽ നിന്ന് ഇനി മുതൽ മരണം വരെ നിങ്ങൾ ഒരുമിച്ചായിരിക്കും. ഒരേ വിശ്വാസ ചൈതന്യത്തിൽ ഒരുമിച്ച് കരങ്ങൾ കോർത്ത് മുന്നോട്ട് പോകുമെന്ന് ആരംഭിച്ച കുടുംബ ജീവിതം ഇന്ന് പല ഇടങ്ങളിൽ വെച്ച് സ്തംഭിച്ചു നിൽക്കുകയും ജീവിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിൽ പല തുരുത്തുകളായിട്ട്. ചിലരൊക്കെ പറയാറുണ്ട്, ഇത്ര നാൾ കൂടെ നടന്നിട്ട് നീ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. പലരുടെ വേദന ഇത് തന്നെയാണ്, പലരുടെ സങ്കടം ഇത് തന്നെയാണ്. 10-15 വർഷങ്ങളായി, 10-25 വർഷങ്ങളായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയത്. ഇത്രയും നാളായിട്ട് എന്നെ ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ല. മക്കളോട് ചോദിക്കുന്നുണ്ട്, ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട്. സ്നേഹത്തിന് മറ്റൊരു അർത്ഥമുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുക. ഐ ലവ് യു എന്ന് പറയുന്നതിനല്ല ഇതിൽ കാര്യം. നീ എന്നെ മനസ്സിലാക്കിയോ എന്നതാണ് ചോദ്യം. കുടുംബത്തിലെ ഒരു കട്ടിലിൻ്റെ അപ്പുറവും ഇപ്പുറവും കടന്നതുകൊണ്ട് അത് കാര്യമില്ല. ഒരു കാറിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് യാത്ര ചെയ്തുകൊണ്ട് കാര്യമില്ല. ഒരു മേശയുടെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് കാര്യമില്ല. നീ എന്നെ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇതാണ് ചോദ്യം. എത്രമാത്രം നീ എന്നെ മനസ്സിലാക്കുന്നതിലൊരു ടച്ച് തെറാപ്പിയൊക്കെ ഉണ്ട്. നീ എന്നെ സ്നേഹപൂർവ്വം സ്പർശിച്ചിട്ട് എത്ര നാളാണ്? കുറച്ച് ആളുകൾക്ക് മുമ്പ് ഒരു കുടുംബം കൗൺസിലിങ്ങിന് വന്നതായിട്ട് ഓർക്കുന്നു. ഈ അപ്പനും അമ്മയും ഭയങ്കര വാഗ്വാദമാണ്. ഇന്നിപ്പോൾ പണ്ട് കഥകൾ കേട്ടാൽ നമ്മുടെ മക്കൾ കിടന്നുറങ്ങിയത്. ഇന്നിപ്പോൾ കണക്കുകൾ കേട്ടിട്ടാ മക്കൾ കിടന്നുറങ്ങണേ. അപ്പൻ ചെയ്തതിൻ്റെ കണക്കുകൾ പറയും, അമ്മ ചെയ്തതിൻ്റെ കണക്കുകൾ പറയും. ഇതിന് നടുക്കാണ് ഇന്നത്തെ മക്കൾ വളരുന്നത് പലപ്പോഴും. അങ്ങനെ രണ്ടുപേരും അവരുടേതായ ന്യായീകരണങ്ങൾ. രണ്ടുപേരും കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്. ഒരു ചെറിയ കുട്ടിയുണ്ട്, 4 വയസ്സുള്ള കുട്ടി. മൂത്തൊരാൾ ഒരു 7 വയസ്സ്. ഇവർ രണ്ടുപേരും ഉണ്ട്. ഇവർ രണ്ടുപേരും നടയിൽ നിന്ന് എൻ്റെ മുമ്പിൽ നിന്ന് ഇവരെ കൊണ്ടിട്ട് വാഗ്വാദം, ഞാൻ അത് ചെയ്തില്ലേ, ഞാനിത് ചെയ്തില്ലേ, ഇങ്ങനെ വാഗ്വാദത്തിൽ ഏർപ്പെട്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് ഈ 7 വയസ്സുള്ള ഈ കുട്ടി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഒന്ന് നിർത്തുമോ? അമ്മ കുറച്ചു നേരം മിണ്ടാതിരിക്കും. എന്നിട്ട് ചോദിക്കുക, നിങ്ങളിങ്ങനെയൊക്കെ അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളെങ്ങനെ സ്നേഹപൂർവ്വം ഒന്ന് തൊട്ടിട്ട് എത്ര നാളായി? ഒരു മകൻ്റെ ചോദ്യമാണ് അപ്പന്മാരും അമ്മമാരും. സ്നേഹപൂർവ്വം നിങ്ങളെന്നെ തൊട്ടിട്ട് സ്പർശിച്ചിട്ട് എത്ര നാളായി? വീണ്ടും ഒരു കാര്യം കൂടി ചേർത്ത് വെക്കുക. നിങ്ങൾ മാതാപിതാക്കൾ എപ്പോഴും പറയുന്ന, മക്കൾ നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോവുകയാണ്, കൈവിട്ട് പോവുക. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ അച്ഛന്മാരുടെ അടുത്ത് കൊണ്ടുവരും, അച്ഛനൊന്ന് പ്രാർത്ഥിക്കുക, അച്ഛനൊന്ന് സംസാരിക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കാത്തത് ഞങ്ങൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു കൃപയുണ്ടാക്കി ആ മകനെ നല്ല രീതിയിൽ നടത്താനുള്ള വരുമെന്ന ചിന്തയായിരിക്കും ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക. അച്ഛനോടൊന്ന് പ്രാർത്ഥിക്കുക. അച്ഛനൊന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മൾ സംസാരിക്കാറുണ്ട്. ഞാൻ ഒരു കാര്യം മാതാപിതാക്കളായിട്ട് പറയുക, നിങ്ങളുടെ ജീവിതം നൽകുന്ന മാതൃകയേക്കാൾ വലിയ മാതൃകയൊന്നുമില്ല അവർ കൂടുതൽ. നിങ്ങളുടെ ജീവിതം കൊടുക്കുന്ന മാതൃകയേക്കാൾ ജീവിച്ചിരിക്കുന്ന അപ്പനും അമ്മയും കെട്ട മാതൃകകളാണ് കൊടുക്കുന്നതെങ്കിൽ മരിച്ചുപോയ വിശുദ്ധരിൽ നിന്നൊക്കെ അവരെന്ത് പഠിക്കാനാണ്? എന്താ പഠിക്കുക? സദാ കൂടെയുള്ള അപ്പനും അമ്മയിൽ നിന്നും അവർക്ക് കെട്ട മാതൃകകളാണ് കിട്ടുന്നതെങ്കിൽ മരിച്ച് സ്വർഗസന്നിധിയിലായിരിക്കുന്ന വിശുദ്ധരുടെ നിന്ന് അവർക്ക് എന്ത് കിട്ടുകയാണ്? പള്ളി പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് മനസ്സിലാവുക? കുർബാനയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ആത്മീയ ചൈതന്യം കിട്ടാതെ? കൂടെ നിൽക്കുമ്പോൾ ഒപ്പം നടക്കുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് ടൈമിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത്, സ്പെൻഡ് ക്വാളിറ്റി ഓഫ് ടൈം. ഇന്ന് ഓട്ടമാണ്, ജീവിത വ്യഗ്രതയാണ്.
സമയമില്ല. എല്ലാം അവർക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. എത്ര സമയം ഞാൻ അവരോട് കൂടെ ആയിട്ടുണ്ട്, എത്ര സമയം ഞാൻ അവരുടെ കൂടെ ഇരിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ ഹീറോകളായിരുന്നു അപ്പനും അമ്മയും. എൻ്റെ അപ്പനാണ് എൻ്റെ ഹീറോ എന്ന് പറയും, എൻ്റെ അമ്മയാണ് എൻ്റെ എല്ലാം എന്ന് നമ്മൾ പറയായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പം അങ്ങനെ പറയാറില്ല. ഉണ്ടോ? അവർക്ക് പല വ്യത്യാസങ്ങളായി. അവരെ കേൾക്കാൻ സമയമില്ല. നമുക്ക് തിരക്കല്ല, നമ്മൾ സ്വരുക്കൂട്ടുന്നതിൽ അല്ലെങ്കിൽ ജീവിതത്തിലെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുന്നതിലുള്ള തിരക്കുകളുണ്ട്. പക്ഷെ അവരോട് കൂടെ എത്ര സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, വെച്ചാൽ കുടുംബത്തിൽ ഒന്ന് പറയാൻ അല്ലെങ്കിൽ കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ പറയാൻ വേണ്ടിയെങ്കിലും ഞങ്ങൾ ജീവിച്ചത്. കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ പറയാൻ വേണ്ടിയെങ്കിലും ചില ആളുകൾ ജീവിച്ചേനെ ഈ ലോകത്ത്. കേൾക്കാൻ ഒരാളില്ല എന്നതാണ് സങ്കടമാണ്. ഉള്ളു തുറന്ന് കേൾക്കാൻ ഒരാളില്ല എന്നുള്ളത്. അങ്ങനെയെങ്കിലും ആളുകൾ പറയാൻ വേണ്ടിയെങ്കിലും ജീവിക്കില്ല. കുടുംബം പലപ്പോഴും ഇങ്ങനെ തുരുത്തുകളായി മാറുന്നു. ഒരു കണക്കി പറഞ്ഞാൽ പുറമെ വളരെ സുന്ദരമാണ്, വെള്ളയടിച്ച കുഴിമാടങ്ങളെ പോലെ മനോഹരമായ രീതി, അകത്ത് പലതും ജീർണിക്കുന്നുണ്ട്, ചീഞ്ഞു നാറുന്നുണ്ട്. ആരാണ് ഉത്തരവാദി? ആരെയാണ് നമ്മൾ കഴിക്കേണ്ടത്? ഈശോ വീണ്ടും പറയുന്ന ആ ചോദ്യത്തിലേക്ക്, നീ എന്നേക്കാൾ ഉപരിയായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹം കുടുംബത്തിൽ നിന്നാണ്. യോഹന്നാന്റെ സുവിശേഷം നമ്മളോട് പറഞ്ഞു, അവൻ അവസാനം വരെ സ്നേഹിച്ചു. അവസാനം വരെ. നമ്മുടെ സ്നേഹം അവസാനം വരെ ഇല്ലല്ലേ? കാലങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ, വർഷങ്ങൾ കഴിയുമ്പോൾ സ്നേഹത്തിന് മാറ്റങ്ങൾ വരുന്നുണ്ട്. അന്നത്തെ പോലെ അല്ലല്ലോ ഇപ്പോൾ. പണ്ട് നിങ്ങൾ എത്രമാത്രം എന്നെ സ്നേഹിച്ചിരുന്നാണ്, ഇന്നിപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ. നമുക്ക് ഗ്രേഡുകളുണ്ട് സ്നേഹത്തിൽ. ആ കുടുംബത്തിൽ നിന്ന് കഴിയണം അവസാനം വരെ സ്നേഹിക്കുവാൻ കഴിയണം. വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഫ്രേസ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. മനസ്സുകൊണ്ട് ഏറ്റെടുക്കാത്ത ഒരു കുരിശ് നമുക്ക് ജീവിതം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. മനസ്സുകൊണ്ട്, ഞാൻ ഈ ഇപ്പം പറഞ്ഞ കാര്യങ്ങളെല്ലാം കൺക്ലൂഡ് ചെയ്യും. മനസ്സുകൊണ്ട് ഏറ്റെടുക്കാത്തൊരു കുരിശ്, ആ കുരിശ് നിങ്ങൾക്ക് എന്തുമാണ്? കുടുംബമാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ ജോലിയിടങ്ങളാണ്, എൻ്റെ സൗഹൃദങ്ങളാണ്, എൻ്റെ കൂട്ടായ്മകളാണ്. ഞാനത് മനസ്സുകൊണ്ടാണ് ഏറ്റെടുത്തെങ്കിൽ നമുക്കത് ജീവിതം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ പരിഭവങ്ങളാണ്, പരാതികളാണ്, ജീവിതത്തിൽ സമ്മർദ്ദങ്ങളാണ്, കുറ്റം പറച്ചിലാണ്, ഇടയ്ക്ക് വെച്ച് മുറി, സങ്കടങ്ങൾ കൂടി, സ്നേഹമില്ലാണ്ടായി പോവുകയാണ്. സ്നേഹമില്ലെങ്കിൽ കുരിശ് ഭാരമുള്ളതല്ലേ? ഉണ്ടാവില്ല. സ്നേഹം ഫീൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുരിശുകളെ ഏറ്റെടുക്കാനായിട്ട് സാധിക്കും. അച്ഛൻ അവസാനിപ്പിക്കുകയാണ്. ദീപവിസഹതായുടെ തിരുനാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് തന്നെയാണ്. ഓരോ വിശുദ്ധനും നമുക്ക് മുന്നിൽ ശക്തമായ വെല്ലുവിളികളാണ്, ശക്തമായ വെല്ലുവിളിയാണ്. വെറുതെ തിരുനാൾ ആഘോഷിച്ച് മടങ്ങിപ്പോകാനല്ല, കുറച്ചുകൂടി ജീവിതത്തെ സ്നേഹസാന്ദ്രമാക്കി മാറ്റാം. സഹനങ്ങളിൽ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നതിന് പകരം സഹനങ്ങളിൽ ഞാൻ ദൈവത്തിൻ്റെ കൂടെയാണോ എന്ന് ചോദിക്കാം. സഹനങ്ങളിൽ നീ എന്നെ ഒറ്റപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരം സഹനങ്ങളിൽ എൻ്റെ കർത്താവിനോട് ഓരം ചേർന്ന് നടക്കുവാൻ നമുക്ക് സാധിക്കുന്നു. നിന്റെ വേദനകളിൽ നിന്നെ ഒറ്റയ്ക്കാക്കുന്ന ഒരു ദൈവമല്ല, നിന്റെ മുറിവുകളിൽ നിന്നെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കുന്നൊരു ദൈവമല്ല. ആ മുറിവുകൾക്കപ്പുറത്തേക്ക് സൗഖ്യമായി മാറിയവൻ്റെ ചാരയണയൻ. വീണ്ടും പരാജയപ്പെട്ട തിബേരിയസ് കടപ്പുറത്ത് അവൻ ശിഷ്യരെ കാത്തു നിൽക്കുന്നത് പോലെ ജീവിതത്തിൽ അമ്പെ പരാജയപ്പെട്ടവരായിരിക്കും നമ്മൾ, അമ്പെ തകർന്നു പോയവരായിരിക്കും നമ്മൾ. ഓക്കെ, ശിഷ്യന്മാരങ്ങനെയല്ലേ? ഒരു രാത്രി മുഴുവൻ അവർ വേല ചെയ്തിട്ട് അവർക്കൊന്നും കിട്ടിയില്ലെന്നേ, ഒന്നുമില്ല. എന്നിട്ട് ദൈവം അവരെ കൈവിടുന്നുണ്ടോ? മകനെ, വലത്തേക്ക് മാറ്റി വലയരുത്. നീ അമ്പെ പരാജയപ്പെടുമ്പോൾ ദൈവത്തിന് സംസാരിക്കാൻ ഒരവസരം കൊടുത്തു നോക്ക്, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നിനക്കൊരവസരം കൊടുത്തു നോക്കി. അവിടെ കൃപയൊഴുകും, അത്ഭുതമുണ്ടാകും. അങ്ങനെ സ്നേഹം തളിർക്കട്ടെ. ആ സഹനങ്ങളിൽ ദൈവത്തെ കണ്ടെത്തി കുടുംബത്തിൽ ആ സ്നേഹം ഏറ്റവും ആർദ്രമായി അനുഭവിക്കുക.
ജീവിതം കൊണ്ടൊരു മാതൃക തീർത്തുകൊണ്ട് നമുക്ക് സധൈര്യം മുന്നോട്ട് പോകാം. സർവേശ്വരൻ നമ്മളേവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും വിശ്വസന്മാനം ചൊല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സർവ്വത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ രാജ്യത്തെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകപിതാവും ജാതനായ ഏകദൈവപുത്രനും പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യത്തിനുള്ള സത്യവും ജനിച്ചവനെ രക്ഷിക്കപ്പെടാത്തവനും പിതാവുമായ സത്യമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിലിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായ ദൈവമായി പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം മരിക്കുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരോട് സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള സ്നാനം ഞാൻ ഏറ്റുപറയുകയും മനുഷ്യരുടെ ഒപ്പം വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തൻ്റെ പ്രിയപുത്രൻ്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രമിച്ചവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ. സ്നേഹപിതാവായ സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ അഭിമന്യ അംബ്രോസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും ഇന്ന് നമ്മോട് ചേർന്ന് ബലിയർപ്പിക്കുന്ന കേൾവിനച്ഛനെയും അനിൽ സാനിദോസ് അച്ഛനെയും ഞങ്ങളുടെ വികാരി ആൽവി അച്ഛനെയും അങ്ങേ ബലിവേദിയിൽ സമർപ്പിക്കുന്നു. ദൈവജനത്തെ ഉറച്ച വിശ്വാസത്തിൻ്റെ ഉടമകളാക്കി തീർക്കുവാൻ വേണ്ട ചൈതന്യം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുവാനടക്കം സഭയെ നയിക്കുവാൻ ജീവനും സ്വന്തം വിനയത്തിൻ്റെയും നരങ്ങളുടെയും പ്രതിരൂപവുമായ ഒരു ദൈവം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ. സർവ്വധർമ്മസ്വരൂപനായ ദൈവമേ, ഈശ്വരീ ഈ ബലിവേദിക്ക് മുമ്പിലായിരിക്കുന്ന കൊച്ചു കൂട്ടായ്മയെയും ഈ സ്നേഹബലിയെ ജോസഫിൻ്റെയും കുടുംബത്തെയും നടക്കുന്ന അന്നൂരിൻ്റെയും കുടുംബത്തെയും അങ്ങേ കരങ്ങളിൽ നൽകുന്നു. അങ്ങേ ദിവ്യ സ്നേഹത്തിൻ്റെ വിരുന്നുകൊണ്ട് പ്രാർത്ഥനാ രൂപയിലും സ്നേഹചൈതന്യത്തിലും വളർന്ന് പ്രതിസന്ധികളിലും പ്രലോഭനങ്ങളിലും തളർന്നു പോകാതെ ദൈവവിശ്വാസത്തിൽ ഉറച്ചു ജീവിക്കുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വലോകത്തെയും നിയന്ത്രിക്കുന്ന ദൈവമേ, ലോകരാഷ്ട്രങ്ങളെയും ഭരണാധികാരികളെയും സമർപ്പിക്കുന്ന നീതിബോധത്തോടും സത്യസന്ധതയോടുകൂടി രാജ്യം ഭരിക്കുവാനുള്ള ജ്ഞാനം
അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ നന്മകളുടെയും ഉറവിടമായ ദൈവമേ, പലവിധ രോഗങ്ങളാൽ വേദനിച്ച് ആശുപത്രികളിലും ഭവനങ്ങളിലും കഴിയുന്നവരെയും ഏകാന്തതയും അവഗണനയും മൂലം വിഷമിക്കുന്നവരെയും അനാഥരെയും വിധവകളെയും ഏകസ്ഥരെയും അങ്ങേ കരങ്ങളിൽ ഞങ്ങൾ നൽകുന്നു. അവരുടെ വേദനകൾ തുടച്ചു നീക്കി അങ്ങേ ദിവ്യപ്രകാശത്താൽ അവരുടെ ശരീരത്തിനും മനസ്സിനും ശാന്തിയും സമാധാനവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക സ്വർഗങ്ങളുടെ ഉടമയായ ദൈവമേ, തന്റെ ഈ ലോകവാസം പൂർത്തിയാക്കി അങ്ങേപ്പറ്റിയ ഫ്രാൻസിസ് പാപ്പയുടെ ആത്മാവിനെയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞ എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളുടെയും ആത്മാക്കളെയും അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അവർക്കേവർക്കും നിത്യമായ ശാന്തിയെയും സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാകുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കാലയളവിലെ മനുഷ്യജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നിർമ്മാണം അറിയുന്നവരിലും അങ്ങ് വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രമിക്കുകയും അങ്ങ് വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ അങ്ങ് സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ.
നിറയെ സ്നേഹവും പാപമന്ദിരമാതാവും കാഴ്ചയേകുന്നു. കരുണതൻ സ്നേഹമേ സ്വീകരിക്കണമേ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിയും മഹിമയ്ക്കും നമ്മുടെ ക്രിസ്തുവിന്റെ വേദനകളുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ആനന്ദത്തിൽ ആറാടുന്ന സഭയുടെ കാണിക്കകൾ സ്വീകരിക്കുകയും ഇത്രയേറെ സന്തോഷം അനുഭവിക്കുവാൻ അങ്ങ് ഇടയാക്കിയ സഭയ്ക്ക് നിത്യാനന്ദത്തിൽ ഫലം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തെ നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് വിശുദ്ധരുടെ സമൂഹത്തിൽ വാഴ്ത്തപ്പെടുകയും അവരുടെ യോഗത്തിൽ മണിയിച്ചുകൊണ്ട് അങ്ങേ ദാനങ്ങൾക്ക് തന്നെ മകുടം ചാർത്തുകയും ചെയ്യുന്നു. അവരുടെ ജീവിതശൈലി വഴി ഞങ്ങൾക്ക് മാതൃകയും ഐക്യം വഴി പങ്കാളിത്തവും മാധ്യസ്ഥ വഴി സഹായവും അങ്ങ് പ്രദാനം ചെയ്യുന്നു. അങ്ങനെ ഇത്രയേറെ സാക്ഷ്യങ്ങളാൽ സ്ഥിരീകരിക്കപ്പെട്ടു മുന്നിലുള്ള ജീവിത സമരത്തിൽ വിജയികളെ മുന്നേറുവാനും മഹത്വത്തിന്റെ അക്ഷകിരീടം അവരോടുകൂടി കരസ്ഥമാക്കുവാൻ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങിടയാക്കുന്നു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും വിശുദ്ധരുടെ വിവിധ സമൂഹങ്ങളോടും കൂടെ അനവരത് പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിഗീതം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 ദൈവം മഹിമകളാ നിറഞ്ഞു മഹിയും മഹിമകളാ നിറഞ്ഞു മഹിയും അത്യുന്നത
ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞുകണം പോലും ഈ കാണിക്കലും പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാനാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചു അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്നു എന്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞു പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുകയും അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്നും കുടിക്കുകയും. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കും എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ ഉയർത്തുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവ് ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്നു അങ്ങേ സഭയോട് ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയി ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ അംബ്രോസ് മെത്രാനും മെത്രാൻ പദവിയിലും വൈദിക ശുശ്രൂഷയിലുമുള്ള എല്ലാവരെയും അങ്ങേ സഭയെയും അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ ഉയർപ്പിന്റെ പ്രത്യാശയുടെ
മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണം. നിങ്ങൾ എല്ലാവരും കരയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായി അഗനികളുടെ ഭർത്താവായ ബാക്കിപ്പെട്ട സേവനോട് അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോട് കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നേക്കും രക്ഷാകരമായ കർത്തനായ ഉത്ബോധിതരായ ദിവ്യോപദേശത്താൽ നമുക്ക് ഏറ്റുപാടാം. കർത്താവേ, എല്ലാ തിന്മയിൽ നിങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. പാവങ്ങൾ നീക്കിടും ദൈവമേ, കുഞ്ഞാടേ ഞങ്ങളെ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിടും ദൈവമേ, കുഞ്ഞാടേ ഞങ്ങളെ കനിയണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കിടും ദൈവമേ,
ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കും ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നു. ഈ കുഞ്ഞാടിന്റെ വിരുന്ന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നതും അനുഗ്രഹീതൻ. അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. Be
പ്രിയമുള്ളവരെ, നന്ദി പറയുന്നതിന് മുമ്പ് 2024-25 അധ്യയന വർഷത്തില് മുടങ്ങാതെ നമ്മളുടെ ദേവാലയത്തിൽ വന്ന 4 കുട്ടികളെ അഭിമന്യ അംബ്രോസ് പിതാവുമായിട്ട് ഏകദേശം 9:30 മണി മുതൽ 3:30 മണി വരെ അവർ സല്ലപിക്കുകയുണ്ടായി. അവർക്ക് നല്ല സമ്മാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ 4 കുട്ടികളെ അല്ലേ നമ്മൾക്ക് സ്നേഹപൂർവ്വം ഈ അൽത്താരയുടെ മുൻപിലേക്ക് ക്ഷണിക്കാൻ അവിടെ മാതാപിതാക്കന്മാരെയാണ് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നത്. കാരണം രാവിലെ എഴുന്നേൽപ്പിക്കുക അവരെ രാവിലെ എഴുന്നേൽപ്പിച്ച് ദേവാലയത്തിലേക്ക് വിടുക എന്ന് പറയുന്നത് ഒരു വളരെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. മാതാപിതാക്കന്മാർക്ക് പ്രത്യേകം ഒരു കയ്യടി, കുട്ടികൾക്ക് സമ്മാനവും. അപ്പോൾ 4 പേരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആത്മീയ, അലീഷ്യ, ബിനൽ ബെന്നി, ദിക് അബി, 4 പേരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മളുടെ 2 വൈദികര്, നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള 2 വൈദികരാണ്. അവർ സമ്മാനം നൽകുന്നതാണ്. അവരെ മോണിറ്റർ ചെയ്ത ടീച്ചേഴ്സിന് പ്രത്യേക നന്ദി, പ്രത്യേകിച്ച് ഡയാനക്ക് പ്രത്യേകമായിട്ടുള്ള നന്ദി. 4 പേര് കണ്ടിരിക്കുന്ന 4 പേരല്ല, 3 പേരുണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ 3 പേര് കൊടുക്കും. ഞാൻ ആദ്യമേ അത് കൊടുത്തത് അങ്ങനെ വിട്ടുപോയാലോ എന്ന് ഓർക്കണം. നന്ദി പറയുന്ന ഒരു വലിയ ചടങ്ങ് നമുക്കെപ്പോഴും നിങ്ങൾ ആലോചിക്കും എന്തുകൊണ്ടാണ് കാലിക്കറ്റ് വിളിച്ചുകൊണ്ട് വന്നത്. 2 ബന്ധങ്ങളാണ് വന്നത്. ഒന്ന് എൻ്റെ അനുജനായിട്ടുള്ള സോവിയറ്റിന്റെ സൗഹൃദത്തിലുള്ളവരാണ്. 2 പേരും അച്ഛനിവിടെ മംഗലാപുരത്ത് പഠിച്ചത്. ഇതാണ് ഒരു ബന്ധം. മറ്റൊരു ബന്ധം മുളവാടാണ്. 2 പേരും മുളവാടുള്ളവരാണ്. അത് എൻ്റെ അമ്മച്ചിയുടെ വീടാണ്. അപ്പോൾ അതുകൊണ്ടാണ് 2 പേർക്കും ഈ വലിയ നമ്മളുടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നമ്മൾ ക്ഷണിക്കാനുള്ള കാര്യം ഇതാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച കാര്യം വളരെ സുന്ദരമായിട്ടുള്ള മറുപടിയാണ്. 2 പേർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഒന്ന് നമ്മളുടെ കെൽവിൻ പാതുവ, സെന്റ് സെബാസ്റ്റ്യൻ ഇടവാംഗമാണ് അല്ലെ, ബോൾഗാട്ടിയില് സെന്റ് സെബാസ്റ്റ്യൻ ഇടവാംഗമാണ് അച്ഛന് സ്നേഹപൂർവ്വം നമ്മളുടെ ഇടവകയുടെ മുഴുവൻ പേരിൽ സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. ഒരു വലിയ കയ്യടി. പിന്നെ അനിൽ സാൻജോസ് അച്ഛനും അതുപോലെ തന്നെ മാതാവിൻ്റെ പള്ളി മുളവാട് മാതാവിൻ്റെ പള്ളിയുടെ ഇടവാംഗമാണ്. അച്ഛനെയും സ്നേഹപൂർവ്വം ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്നു. മുറിവുകളെല്ലാം തിരുമുറിവുകളാക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എല്ലാ ദിവസവും എഴുന്നേൽക്കുകയാണെങ്കിൽ എല്ലാവർക്കും സമാധാനം ആശംസിക്കാൻ സാധിക്കും എന്നുള്ള അച്ഛൻ്റെ വലിയ സന്ദേശത്തിന് ദൈവത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു. എൻ്റെ കയ്യിൽ താബുള റാസ, എൻ്റെ കയ്യിൽ ഒരു നന്ദിയുടെയും ലിസ്റ്റൊന്നുമില്ല, ഉണ്ടാകാതിരുന്നതാണ്. കാരണം എൻ്റെ മനസ്സിലുള്ള നന്ദിയെല്ലാം നിങ്ങൾ ഓരോരുത്തരുമാണ്. കാരണം ഈ ദിവസക്കാലം 9 ദിവസം ഈ ദേവാലയത്തിൽ പ്രത്യേകിച്ച് കപ്പേളയിൽ വന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ പ്രസ്തേവി നമുക്കറിയാം. ഒരു സുപ്രഭാതത്തിൽ എനിക്ക് അനൂപിൻ്റെ ഒരു കോള് വന്നു. നമുക്ക് അനൂപ് പറഞ്ഞു വെച്ചാൽ ഈ വർഷത്തെ തിരുനാൾ ഞാൻ ഏറ്റെടുക്കും. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഇതൊരു വലിയ പ്രോത്സാഹനം. നമുക്കറിയാം, ഒരു തിരുനാൾ നടത്തുക എന്ന് പറയുന്നത് വലിയ ചിലവാണ്. അതിന് പിന്നിൽ ഒത്തിരിയേറെ പേരുണ്ട്. അപ്പോൾ
അനൂപും കുടുംബവും വരാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു എന്തോ ടെക്നിക്കൽ പ്രോബ്ലംസ് വന്നതുകൊണ്ടാണ്. അതല്ലെങ്കിൽ അനൂപും കുടുംബവും ഉണ്ടായതിനെ പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ജൂഡി ചേച്ചിയെ, അതിനെ പ്രോത്സാഹിപ്പിച്ച ജൂഡി ചേച്ചിയെ നന്ദിയോടുകൂടി ഓർക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ വലിയ ഒരു കയ്യടി ജൂഡി ചേച്ചിക്കും കുടുംബത്തിനും കൊടുക്കും. പിന്നെ നമുക്കറിയാം, നമ്മളുടെ കൈക്കാരൻ സാബു മാർട്ടിൻ, വൈലി ജോർജ്, ഇത് രണ്ടുപേരുമാണ് എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് നമുക്ക് ചെയ്യുന്നത്. അതുപോലെ കപ്പ്യാൻ്റെ പെൺകുട്ടിച്ചേട്ടൻ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട്. പ്രത്യേകിച്ച് ജോമോനാണ്. ഞാൻ അനൂപ് എന്നെ വിളിക്കുമ്പോൾ പറഞ്ഞു ഞാൻ ജോമോനെ ഏൽപ്പിക്കാൻ. കാരണം ഞാൻ വന്ന കാലത്ത് എൻ്റെ കൂടെ തിരുനാൾ നടത്താനായിട്ട് ജോമോൻ ഉണ്ടായിരുന്നു. അപ്പം എനിക്കറിയാം ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് കൃത്യമായിട്ട് ജോമോൻ അറിയാം. ഞാൻ അനൂപിനോട് പറഞ്ഞു, അനൂപ് ഒന്നുകൊണ്ട് മേടിക്കേണ്ട, എല്ലാം ജോമോനെ ഏൽപ്പിച്ചു. അപ്പോൾ ജോമോനാണ് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നിച്ചിട്ടുള്ളത്. അപ്പോൾ ജോമോന് പ്രത്യേകമായിട്ടുള്ള നന്ദി. പിന്നെ നമ്മളുടെ കപ്പ്യാര്, കൈക്കാരന്മാർ, ഇവർ 3 പേരെയും നന്ദി കൊടുക്കുന്നു. പിന്നെ നമ്മളുടെ സൗണ്ട് നമുക്ക് ജിസ്മോനുണ്ട്, അതുകൊണ്ട് അത് ടെൻഷനൊന്നുമില്ല. മൈക്കിലേക്ക് 2 പേർക്കും പ്രത്യേകം നന്ദി. പിന്നെ നമ്മളുടെ കൊയർ അംഗങ്ങൾ, ജോയലിന്റെ നേതൃത്വത്തിലുള്ള കൊയർ അംഗങ്ങളെ കൃത്യമായിട്ട് നന്ദിയോടുകൂടി ഓർക്കുന്നു. ജോബ്, നിഷി, ആൽഫിൻ, ജെൻസി, പിന്നെ വേറെ ആരുമില്ല അല്ലേ. അപ്പോൾ എല്ലാവരെയും നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പിന്നെ നമ്മളുടെ ഓൾട്ടർ ബോയ്സ്, സ്പെഷ്യലായിട്ട് സെൻറ്റ് ജോർജ് കപ്പലിലേക്ക് മീനാൾ അംബ്രോസിനെ കുറിക്കാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടില്ല, കാരണം ഞാനുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ജോർജിന് ഭയങ്കര തിരക്കോടെ വെച്ചു. അംബ്രോസിന് കൃത്യമായിട്ടുള്ള നന്ദി അർപ്പിക്കുകയാണ്. ഈ കപ്പേള വലിയൊരു തീർത്ഥാടന കേന്ദ്രമാക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹം അംബ്രോസിനാണ്. അപ്പോൾ ഇതിലെ വലിയൊരു വഴിയൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മുടെ കാറ്ററിംഗ് ടീമുണ്ട്, അവരെയും നന്ദിയോട് അവർ 2 പേരാണ് നമുക്ക് പ്രത്യേകമായിട്ടുള്ള കാഴ്ചയൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ആരെങ്കിലുമൊക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാധനം ശ്രമിക്കുക. വളരെ രസകരമായൊരു ചിന്തയിലുമാണത്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ വണ്ടിയിൽ നടന്നു വരുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റിയിൽ അതിലേക്ക് കാറിന് പോകും. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത് ഇതാണ്, അടുത്ത വർഷം ഞാനിതുപോലെ കാറിന് പോകാൻ മാത്രമേ സാധിക്കൂ അല്ലേ. അടുത്ത വർഷം കൊടുത്ത് കാര്യം ധരിക്കും. അപ്പോൾ ഇതിലെ കാറിന് പോകുമ്പോൾ കാണാൻ പറ്റും. അത് സെൻറ്റ് ജോർജിൻ്റെ കപ്പലിൽ തിരുനാളാണ്. അപ്പോൾ സെക്യൂരിറ്റിനോട് ഞാൻ പറഞ്ഞു, ഇറങ്ങി നമുക്ക് പെരുന്നാൾ ആഘോഷിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇല്ല, അച്ഛന് റിയാഡ് പോയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ റിയാഡ് നേരത്തെ പോയിക്കോ, കാരണം ഞാനടുത്ത ഇറങ്ങി ചിരിയോടുകൂടി അവസാനിച്ചു. അപ്പോൾ സ്നേഹമുള്ളവരെ നമുക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് ദൈവത്തിന് നല്ലൊരു കാലാവസ്ഥ നൽകിയത് നമുക്ക് പ്രദക്ഷിണമുണ്ട്. അതിനുശേഷം നമ്മളുടെ കൂട്ടുസദ്യയുമുണ്ട് എന്ന കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. പിന്നെ ഉള്ളത് അടുത്ത ഞായറാഴ്ചയിലത്തെ കാര്യം. അടുത്ത ഞായറാഴ്ച നമുക്ക് 7 മണിക്ക് ഒരു കുർബാന മാത്രമേ ഉള്ളൂ എന്ന കാര്യം, അതിനുശേഷം പൊതുയോഗമായിരിക്കും എന്ന കാര്യം അറിയിക്കാണ്. ഒരിക്കൽ എൻ്റെ സ്നേഹിതരായിട്ടുള്ള 2 വൈദികർക്കും സ്നേഹിതർക്കും നന്ദി അർപ്പിക്കുന്നു. ഒക്കെ എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കും. പിന്നെ ആർദ്രന് അരുണിന് ഡെക്കറേഷനും ഉണ്ടാവില്ല, അത് വിട്ടുപോയി. അപ്പോൾ പ്രത്യേക ആർദ്രനും ആർദ്രനും പ്രത്യേകം ഞാൻ പറഞ്ഞില്ല, ഞാനൊന്നും എല്ലാവർക്കും പ്രത്യേകമാണ്. ഈശോയുടെ സ്നേഹം നിറഞ്ഞവരെ, പ്രത്യേകമായി അച്ഛനെയും ഞങ്ങളും നന്ദി ഓർക്കുകയാണ്. കോഴിക്കോട് അതിരൂപവും ഉടനീതിയും വളരെ മറ്റൊരു പേര് ഉള്ള വീടുകളാണ്. എന്നിരുന്നാൽക്കൂടിയും അച്ഛനുള്ള ആ ബന്ധത്തിൻ്റെ പേരിലും ഞങ്ങളുള്ള ആ സാഹിത്യത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ എല്ലാം അച്ഛൻ്റെ വലിയ കരുതലിന് ഇത്ര ദൂരമാണെങ്കിലും ഈ ഒരു തിരുത്താളിലെ കേന്ദ്രത്തിൽ കുർബാന അർപ്പിക്കുവാനും അതോടൊപ്പം തന്നെ അച്ഛനെ, എൻ്റെ കൂടെയുള്ള അച്ഛനെ, സാന്ധിച്ചച്ഛനെ ഇതിൽ പങ്കുവയ്ക്കുവാനും സാധിച്ചു. ഇതൊരു വലിയ സ്നേഹമാണ്. പ്രത്യേകമായിട്ടുള്ള നന്ദി. അച്ഛനെ ഞങ്ങളുടെ വീടും ഒരുമിച്ച് ആദ്യക്ഷനെ നേടുകയാണ്. അതോടൊപ്പം അച്ഛൻ എല്ലാവർക്കും നന്ദി പറയും. പക്ഷേ അച്ഛന് ആരും നന്ദി പറയും. അത് ഏതൊരു തിരുനാളിലും നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്. അച്ഛൻ എല്ലാവർക്കും നന്ദി പറയും, പക്ഷേ വികാരിച്ചിന് ആരും നന്ദി പറയും. പക്ഷേ വിളിച്ചും മെസ്സേജ് വിട്ടൊക്കെ നിങ്ങളുടെ അച്ഛന് നന്ദി പറയുക. അച്ഛനും പറയുന്നത് നിങ്ങളാണ് അച്ഛൻ്റെ കൂടെ സഹായത്തിനുള്ള വീട്ടിൻ്റെയും
അച്ഛൻ്റെ ആ വലിയ പ്രാർത്ഥനയിൽ ഒരുക്കവും ഈ ഒരു പെരുന്നാളിന് താങ്ങായിട്ടുണ്ട്. അച്ഛനും നിങ്ങളെല്ലാവരും പ്രത്യേകം നന്ദി പറയണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടെ അച്ഛ കൃത്യമായിട്ടുള്ള നന്ദി അവരുടെ പേര്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ജനത്തെ കരുണയോട് കടാക്ഷിക്കുകയും നിത്യമായ രഹസ്യങ്ങൾ നവീകരിക്കപ്പെടുവാൻ അങ്ങ് തിരുമനസ്സായ ഞങ്ങളെ മഹത്വപൂർണമായ ശരീരത്തിന്റെ അക്ഷമമായ സ്ഥാനത്തിലേക്ക് എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിനു നന്ദി. പ്രദക്ഷിണം നമ്മൾ പള്ളിയുടെ ഇടത്തിലേക്കാണ് പോകുന്നത്. അതിനുശേഷം നേർച്ച വെഞ്ചരിപ്പും കഴിഞ്ഞു പ്രദക്ഷിണത്തിനായി നടത്തുന്നു. ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ.
ഞങ്ങൾക്കായി